ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടറിന് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിലവിൽ CPO, അതുപോലെ തന്നെ എക്സൈസ്, ഫയർമാൻ, IRB, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, SI അപ്പോൾ തുടങ്ങിയ പോസ്റ്റിനൊക്കെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ CPO എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. പിന്നെ നമുക്ക് നോക്കാം SI എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഓരോ വിഭാഗമാണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് സിവിൽ പോലീസ് ഓപ്പൺ മാർക്കറ്റ് അപേക്ഷിച്ചിരിക്കുന്നത് 1,80,370 പേരാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷകരെന്ന് പറയുന്നത് 2,13,811. അപ്പോൾ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം 1,80,370 പേരെ അപേക്ഷിച്ചിട്ടുള്ളൂ. അതുപോലെ അടുത്തത് മിനിസ്റ്റീരിയലിൽ നിന്ന് തസ്തിക മാറ്റം. അതായത് നിലവിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, ഈ ഓഫീസ് വർക്കൊക്കെ ആയിട്ടുള്ളവർ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണ്. അപ്പം അതിൽ ഇപ്പോൾ നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളത് 497 പേരാണ്. കഴിഞ്ഞ പ്രാവശ്യം 395 പേര് അപേക്ഷിച്ചിട്ടുള്ളായിരുന്നു. ഇപ്രാവശ്യം അത് 497 ആയി. അപ്പോൾ അതിലൊരു വർധന അപേക്ഷകരിൽ വന്നിട്ടുണ്ട്. അടുത്തത് കോൺസ്റ്റാബിളറിയിൽ നിന്ന് തസ്തിക മാറ്റം. അതായത് നിലവിൽ കോൺസ്റ്റബിളായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ അപേക്ഷകരെന്ന് പറയുന്നത് 3,446 പേരാണ്. കഴിഞ്ഞ തവണ അപേക്ഷകരെന്ന് പറയുന്നത് 4,296. ഓക്കെ, അപ്പോൾ അതിലും അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. നിലവിൽ 3,446 പേരാണ് കോൺസ്റ്റാബിളറിയിൽ നിന്ന് തസ്തിക മാറ്റം എന്ന ആ ഒരു ഇതിലേക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. അടുത്തത് ആംഡ് ബറ്റാലിയനിലേക്ക് ഓപ്പൺ മാർക്കറ്റ്, അതായത് മറ്റേ ക്യാമ്പ് ഉണ്ടല്ലോ, അതിലേക്കാണ് ക്യാമ്പ് SI. അപ്പോൾ ആംഡ് ബറ്റാലിയനിലേക്കുള്ള ഓപ്പൺ മാർക്കറ്റിൽ 1,01,182 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷകരെന്ന് പറയുന്നത് 1,06,767. അപ്പോൾ അതിലും ഒരു നേരിയ കുറവ് കാണുന്നുണ്ട് അപ്ലൈ ചെയ്തവരിൽ. അടുത്തത് കോൺസ്റ്റാബിളറിയിൽ നിന്ന് തസ്തിക മാറ്റം, അതായത് ആംഡ് ബറ്റാലിയനിലേക്ക് തന്നെ കോൺസ്റ്റാബിളറിയിൽ നിന്നുള്ള തസ്തിക മാറ്റമാണ്. നേരത്തെ പറഞ്ഞത് സ്റ്റേഷൻ ആണ്. കോൺസ്റ്റാബിളറിയിൽ നിന്ന് തസ്തിക മാറ്റം നേരത്തെ പറഞ്ഞത് സ്റ്റേഷൻ SI ആണ്. ഇപ്രാവശ്യം അത് ലാസ്റ്റ് പറയുന്നത് ആംഡ് ബറ്റാലിയനിലേക്കുള്ളതാണ്. കോൺസ്റ്റാബിളറിയിൽ നിന്ന് തസ്തിക മാറ്റം അതിലപേക്ഷിച്ചിട്ടുള്ളത് 3,583. കഴിഞ്ഞ പ്രാവശ്യം 3,661 പേരാണ് അപ്ലൈ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 3,583 ആയി. അവിടെയും ഒരു നേരിയ കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പം നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളതിൽ വർധന കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നോക്കുമ്പം വർധന വന്നിട്ടുള്ളത് മിനിസ്റ്റീരിയൽ നിന്ന് തസ്തിക മാറ്റം വഴി. അതിലാണ് കഴിഞ്ഞ പ്രാവശ്യം 395 പേര് അപേക്ഷിച്ചത്. ഇപ്രാവശ്യം അത് 497 ആയി. അതിൽ മാത്രമേ അപേക്ഷകരിൽ വർധന വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം നിലവിൽ ഈ എല്ലാ തസ്തിക മാറ്റവും അല്ലാതെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എല്ലാം കൂടെ നോക്കുമ്പം നിലവിൽ അപേക്ഷകർ എന്ന് പറയുന്നത് 2,89,078 കേട്ടോ. അപ്പോൾ അത് ഇപ്പുറത്താണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ 3,28,930 എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് കേട്ടോ. കഴിഞ്ഞ തവണത്തെ എല്ലാ അപേക്ഷകരും കൂടെ ചേർത്താണ് 3,28,930. ഇപ്രാവശ്യം അത് 2,89,078 പേരാണ്. ഓക്കെ, അപ്പോൾ അതവർ ഈ കോളത്തിൽ ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങോട്ട് മാറ്റം വന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. അതുപോലെ കാറ്റഗറി നമ്പർ എല്ലാം വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പറൊക്കെയാണ് ഈ ഇടത്തെ സൈഡ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് SI സബ് ഇൻസ്പെക്ടറിന് വേണ്ടി അപ്ലൈ ചെയ്തവരെണ്ണം ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി അങ്ങോട്ട് വരുംതോറും ഇപ്പോൾ യൂണിഫോം പോസ്റ്റ് ആയാലും അല്ലാതെ ഓഫീസ് ജോബ് അങ്ങനത്തെ ആയാലും PSC എക്സാമിന് കയറുക എന്ന് പറയുന്നത് വലിയൊരു പ്രയത്നം തന്നെയാണ്. അപ്പോൾ അത് ഇനി അങ്ങോട്ട് വാക്കൻസികളും കുറവായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാക്സിമം നല്ല എഫേർട്ട് എടുത്ത് നല്ല ഉയർന്ന റാങ്കിലേക്ക് വരാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ.